പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പുറമേ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോഴും ഉള്ളിൽ ഒരു ചെറിയ പിരിമുറുക്കമോ ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഭയമോ നമ്മളെ അലട്ടാറില്ലേ? മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ തിരികെ അത് ലഭിക്കുന്നില്ല എന്ന തോന്നൽ നമ്മളിൽ പലരെയും ഒറ്റപ്പെടുത്താറുണ്ട്. മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇത് നമ്മുടെ മനസ്സ് നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ സ്വയം നിർമ്മിക്കുന്ന ഒരു പ്രതിരോധ കവചമാണ്. ഊർജ്ജവിദ്യയിൽ ഇതിനെ നമ്മൾ ഹൃദയചക്രം അഥവാ അനാഹത ചക്രം ബ്ലോക്ക് ആയ അവസ്ഥ എന്ന് വിളിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ കവചം നിങ്ങളെ വേദനയിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിലെ സന്തോഷത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും കൂടി മാറ്റി നിർത്തുന്നുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലും റേക്കി ഗ്രാൻഡ് മാസ്റ്റർ എന്ന നിലയിലും നൂറുകണക്കിന് ആളുകളെ അവരുടെ വൈകാരികമായ ബ്ലോക്കുകൾ മാറ്റാൻ സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഹൃദയചക്രത്തെ എങ്ങനെ സുരക്ഷിതമായും ശാസ്ത്രീയമായും നമുക്ക് വീണ്ടും സജീവമാക്കാം എന്നാണ്. ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ കേവലം അറിവുകൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് പ്രാവർത്തികമാക്കാവുന്ന ചില ഹാർട്ട് ഹീലിംഗ് ടെക്നിക്കുകളാണ്. വീഡിയോയുടെ അവസാനം വരെ കൂടെയുണ്ടാകുക, കാരണം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ധ്യാനം നിങ്ങളുടെ ഉള്ളിലെ പിരിമുറുക്കത്തെ ആ നിമിഷം തന്നെ കുറയ്ക്കാൻ സഹായിക്കും. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, ബന്ധങ്ങളിലെ പരാജയം, തകർന്ന വിശ്വാസം എന്നിവ ഹൃദയത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. സ്വയം കുറ്റപ്പെടുത്തുന്നത് ഹൃദയചക്രത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ്. നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി മനസ്സിന് ചുറ്റും കെട്ടുന്ന മതിലുകൾ കാലക്രമേണ സ്നേഹം കടന്നുവരാത്ത തടസ്സങ്ങളായി മാറുന്നു. നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന 5 ദിവസത്തെ ഹാർട്ട് ഹീലിംഗ് ചലഞ്ച് ഞാനിന്ന് നിങ്ങൾക്ക് തരുന്നു. ദിവസം 1, ക്ഷമ. നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയ ഒരാളുടെ പേരെഴുതി ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിക്കുന്നു എന്ന് 3 തവണ പറയുക. പേപ്പർ നശിപ്പിക്കുക. നമ്മുടെ തലച്ചോറിൽ തിങ്ങിനിൽക്കുന്ന ചിന്തകൾ പേപ്പറിൽ എഴുതുമ്പോൾ അതിന് ഒരു രൂപം ലഭിക്കുന്നു. എഴുതിക്കഴിയുമ്പോൾ നമ്മുടെ ഉപബോധമനസ്സാ പ്രശ്നത്തെ തീർന്നുകഴിഞ്ഞ ഒന്നായി കണക്കാക്കാൻ തുടങ്ങുന്നു. ഇതാണ് റിലീസ് ജേർണലിംഗിന്റെ രഹസ്യം. ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് പരാതിയുള്ളത്? എന്തിനെക്കുറിച്ചാണ് സങ്കടം? ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല, അതിനാൽ ഒട്ടും മടിക്കാതെ എല്ലാം എഴുതുക. വാക്കുകൾക്ക് ഭംഗി വേണമെന്നില്ല, വ്യാകരണം നോക്കണ്ട. നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യവും വേദനയും മുഴുവൻ പേപ്പറിൽ പകരട്ടെ. എഴുതിക്കഴിഞ്ഞാൽ അത് ഒന്നുകൂടി വായിക്കുക. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: ഇത് എന്റെ വ്യക്തിത്വമാണോ അതോ എനിക്ക് പറ്റിയ ഒരു അനുഭവമാണോ എന്ന് സ്വയം ചോദിക്കുക. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളല്ല, അതിനേക്കാൾ വലിയൊരു വ്യക്തിത്വമാണ് നിങ്ങൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ പേപ്പർ നിങ്ങൾ മടക്കുക. അത് കീറിക്കളയുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായി തീയിലിട്ട് കത്തിക്കുകയോ ചെയ്യുക. ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നും. ഈ പേപ്പർ നശിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ വേദനയെ കൂടി ഉപേക്ഷിക്കുകയാണ്. എഴുതിക്കഴിഞ്ഞ ശേഷം ഒന്ന് ആഴത്തിൽ ശ്വാസം എടുക്കുക. ദിവസം 2, അഫർമേഷൻ. കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി 5 മിനിറ്റ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക. കണ്ണാടിയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സംസാരിച്ചു തുടങ്ങരുത്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റേതെങ്കിലും ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി കാണുക. കണ്ണുകളിൽ നോക്കി വളരെ പതുക്കെ പറയുക, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഈ വാചകം പറയുമ്പോൾ ആ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ തട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നാം, അത് സ്വാഭാവികമാണ്.
ആ തോന്നലിനെ ഭയപ്പെടേണ്ട, അത് നിങ്ങളിലെ പഴയ മുറിവുകൾ പുറത്തുവരുന്നതാണ്. വെറും ഒരു വാചകം മാത്രം ആവർത്തിക്കാതെ ഇനി പറയുന്ന അഫർമേഷനുകൾ കൂടി ചേർക്കുക. ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഞാൻ പരിപൂർണനാണ്, പരിപൂർണയാണ്. എന്റെ എല്ലാ കുറവുകളോടും കൂടി ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ എനിക്ക് ശക്തിയുണ്ട്. അവസാന മിനിറ്റിൽ കണ്ണാടിയിലെ നിങ്ങളുടെ പ്രതിബിംബത്തെ നോക്കി ഒരു പുഞ്ചിരി സമ്മാനിക്കുക. കണ്ണുകൾ പതുക്കെ അടച്ച് നിങ്ങളുടെ കൈകൾ നെഞ്ചിൽ വെച്ച് ആ സ്നേഹം സ്വയം അനുഭവിക്കാൻ ശ്രമിക്കുക. ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പറയുക. കണ്ണാടിയിൽ നോക്കി സ്വന്തം കണ്ണുകളിൽ നോക്കാൻ മടിയോ അസ്വസ്ഥതയോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് അർത്ഥം. നിങ്ങളുടെ ശബ്ദം ഉറക്കെ പറയുന്നതിനേക്കാൾ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ പറയുക. ഇത് 21 ദിവസമെങ്കിലും തുടർച്ചയായി ചെയ്യുക. നിങ്ങളുടെ മുഖത്തെ ഭാവങ്ങളിലും ആത്മവിശ്വാസത്തിലും വലിയൊരു മാറ്റം 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ പരിശീലനം ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന വികാരങ്ങളെ ഒരു ഡയറിയിൽ കുറിച്ചുവെക്കുന്നത് വളരെ നല്ലതാണ്. ദിവസം 3 പ്രകൃതി, കുറഞ്ഞത് 15 മിനിറ്റ് മരങ്ങൾക്കിടയിൽ നടക്കുക. പച്ചനിറം നിങ്ങളുടെ ഹൃദയചക്രവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നടന്നു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പാദങ്ങൾ മണ്ണിൽ സ്പർശിക്കുന്നത് അനുഭവിക്കുക. ഭൂമിയിൽ നിന്ന് ഒരു ഊർജം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ടെന്ന് സങ്കൽപ്പിക്കുക. വേഗത്തിൽ നടക്കാതെ വളരെ സാവധാനം നടക്കാൻ ശ്രമിക്കുക. മരങ്ങളിലെ ഇലകളുടെ പച്ചപ്പിലേക്ക് നോക്കൂ. ആ പച്ച നിറം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുക. ഒരു മരത്തിന്റെ തൊലിയിലേക്ക് നോക്കൂ, അതിലെ പാറ്റേണുകൾ ശ്രദ്ധിക്കൂ. ഇലകളുടെ ആകൃതി ശ്രദ്ധിക്കൂ. പച്ചപ്പുള്ള സ്ഥലത്ത് നിന്ന് ശ്വാസം എടുക്കുമ്പോൾ ആ ശുദ്ധവായുവും പച്ചനിറവും നിങ്ങളുടെ ഹൃദയചക്രത്തിലേക്ക് നേരിട്ട് എത്തുന്നുവെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ഒരു മരത്തിനരികിൽ നിൽക്കുക. ആവശ്യമെങ്കിൽ ആ മരത്തിൽ പതുക്കെ തൊടുക. മരത്തിന് നൽകാനുള്ള സ്നേഹം നൽകുക, അതിൽ നിന്ന് ലഭിക്കുന്ന ശാന്തത സ്വീകരിക്കുക. മനസ്സിൽ പറയുക, പ്രകൃതിയുടെ ഈ സ്നേഹം എന്റെ ഹൃദയത്തിൽ നിറയട്ടെ. ഞാൻ പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതി എന്നിലും. ഈ 15 മിനിറ്റ് ഫോൺ പൂർണ്ണമായും മാറ്റിവെക്കുക. സംഗീതവും കേൾക്കേണ്ടതില്ല. പ്രകൃതിയുടെ ശബ്ദങ്ങൾ, പക്ഷികളുടെ ശബ്ദം, കാറ്റിന്റെ ഇരമ്പൽ കേൾക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ചെരുപ്പില്ലാതെ മണ്ണിലോ പുല്ലിലോ നടക്കുക. ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളാനും ഹൃദയത്തെ റിലാക്സ് ചെയ്യാനും സഹായിക്കും. നടക്കുമ്പോൾ പതുക്കെ ചൊല്ലുക, പ്രകൃതിയെപ്പോലെ ഞാനും വളരുകയാണ്, പ്രകൃതിയെപ്പോലെ ഞാനും ശാന്തനാണ്. മനഃശാസ്ത്രപരമായി പ്രകൃതിയിൽ 15 മിനിറ്റ് ചിലവഴിക്കുന്നത് നിങ്ങളുടെ കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺ അളവ് ഗണ്യമായി കുറയ്ക്കുകയും ബിപി നോർമൽ ആകാൻ സഹായിക്കുകയും ചെയ്യും. ദിവസം 4 കാരുണ്യം, നിങ്ങളോട് തന്നെ ഒരു ചെറിയ ദയ കാണിക്കുക. എനിക്ക് വേണ്ടത് എന്ത് എന്ന് ചോദിക്കുക. ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരിടത്ത് ശാന്തമായി ഇരിക്കുക. സ്വയം ചോദിക്കുക, ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? അത് ഒരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഇത് വലിയ പണച്ചെലവുള്ള കാര്യമാകണമെന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന എന്തും ആകാം.
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാൽ ആരോഗ്യകരവുമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അത് കഴിക്കുമ്പോൾ വേഗത്തിലല്ലാതെ ഓരോരുത്തരും അത് ആസ്വദിച്ച് കഴിക്കുക. കുറച്ചുനേരം ഫോൺ മാറ്റിവെച്ച് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുകയോ ഒരു പുസ്തകം വായിക്കുകയോ ചെയ്യുക. ഒരു നല്ല ഹെർബൽ ടീ ഉണ്ടാക്കി കുടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സുഗന്ധമുള്ള ഓയിൽ ഉപയോഗിച്ച് കുളിക്കുക. നിങ്ങൾ ഒരു തെറ്റ് ചെയ്ത ദിവസമാണെങ്കിൽ പോലും സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ഞാൻ മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് സ്വയം പറയുക. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് എന്ത് പറയുമോ അത് സ്വയം പറയുക. മനഃശാസ്ത്രപരമായി ഇതിനെ സെൽഫ് സൂത്തിങ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ സ്വയം ഒരു ചെറിയ സമ്മാനം നൽകുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ഡോപാമിൻ എന്ന സന്തോഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഹൃദയചക്രത്തിലെ അനാഹത ബ്ലോക്കുകൾ നീക്കാൻ വളരെ സഹായകമാണ്. ദിവസം 5 നന്ദി പറയൽ. ജീവിതത്തിൽ ഉള്ള ചെറിയ കാര്യങ്ങൾക്ക് വെള്ളം, ഭക്ഷണം, കുടുംബം നന്ദി പറയുക. നന്ദി ഹൃദയചക്രത്തെ ഏറ്റവും വേഗത്തിൽ ഉണർത്തും. ദിവസത്തിൽ എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ അപ്പോഴൊക്കെ മനസ്സിനുള്ളിൽ നന്ദി, നന്ദി, നന്ദി എന്ന് മന്ത്രിക്കുക. ഒരു നെഗറ്റീവ് ചിന്ത വന്നാൽ ഉടനെ തന്നെ അതിനെ നന്ദി എന്ന വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യുക. സങ്കടം, ദേഷ്യം, കുറ്റപ്പെടുത്തൽ എന്നിവ കുറഞ്ഞ ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ നന്ദി എന്നത് ഏറ്റവും ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉള്ള ഒന്നാണ്. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് സ്ഥിരമാവുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. ഇത് ശാസ്ത്രീയമായി തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു. ഇന്ന് ഒരു ചെറിയ കാര്യം ചെയ്യൂ. നിങ്ങളുടെ വീട്ടിലെ ഒരു ചെടിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനോ പോലും നന്ദി പറയുക. പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഹൃദയചക്രം താനെ തുറക്കപ്പെടും. ഇന്നുവരെ എന്നെ വേദനിപ്പിച്ച ഓരോ അനുഭവത്തിനും നന്ദി, കാരണം അവയാണ് എന്നെ കൂടുതൽ കരുത്തനാക്കിയത്. എന്റെ ശരീരത്തിനും മനസ്സിനും ഞാൻ നന്ദി പറയുന്നു, എന്നെ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചതിന്. ജീവിതത്തിൽ ഇന്നുള്ള ഓരോ ചെറിയ കാര്യത്തിനും, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, എന്റെ കുടുംബം, ഞാൻ നന്ദി പറയുന്നു. ഞാൻ സ്നേഹമാണ്. ഞാൻ പ്രകാശമാണ്. ഞാൻ സമാധാനമാണ്. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, ഒരു ജീവിതശൈലിയാണ്. എന്നും രാവിലെ ഉറക്കമുണരുമ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ ഹൃദയചക്രം സാവധാനം ഉണരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ഈ വീഡിയോയുടെ താഴെ ഇന്ന് നിങ്ങൾ നന്ദി പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കമന്റ് ചെയ്യൂ. ആ കമന്റ് എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം വരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഹൃദയചക്ര ബ്ലോക്ക് ഈ ലക്ഷണങ്ങളെ മൈൻഡ് ബോഡി എനർജി എന്ന തലത്തിൽ 3 തിരിച്ചു വിശദീകരിക്കാം. വൈകാരികമായ പ്രത്യാഘാതങ്ങൾ. വിശ്വാസക്കുറവ്, ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ ഉദ്ദേശ്യത്തെക്കുറിച്ച് എപ്പോഴും സംശയം തോന്നുക. അമിതമായ വിമർശനം, സ്വയം കുറ്റപ്പെടുത്തുകയോ മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളെ പോലും വലിയ രീതിയിൽ കാണുകയോ ചെയ്യുക. വൈകാരികമായ മരവിപ്പ്, സന്തോഷമോ സങ്കടമോ ഒന്നും വേണ്ടത്ര അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ, സ്നേഹം കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ ഭയക്കുക. ഒറ്റപ്പെടൽ, ആളുകൾക്ക് ഇടയിൽ ഇരിക്കുമ്പോഴും വലിയൊരു ശൂന്യത അനുഭവപ്പെടുക.
ശാരീരികമായ പ്രത്യാഘാതങ്ങൾ. ശ്വസനതടസ്സങ്ങൾ, ആഴത്തിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നെഞ്ചിൽ ഒരു ഭാരം ഉള്ളതുപോലെ തോന്നുക. ഇത് പലപ്പോഴും നെഞ്ചിന്റെ പേശികളുടെ പിരിമുറുക്കം കൊണ്ടാണ്. പോസ്ചർ, തോളുകൾ കൂനിക്കൂടി നെഞ്ച് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇത് നമ്മുടെ സ്വാഭാവികമായ ശ്വസനത്തെ തടസ്സപ്പെടുത്തുന്നു. രക്തചംക്രമണം ഹൃദയത്തിന്റെ ആരോഗ്യം. ഹൃദയഭാഗത്തെ ഊർജ്ജകേന്ദ്രം ബാലൻസ് അല്ലാത്തത് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൃദയസംബന്ധമായ അസ്വസ്ഥതകൾക്ക് മനഃശാസ്ത്രപരമായ കാരണങ്ങളാൽ കാരണമാകാം. പ്രതിരോധശേഷി കുറയുക. ഹൃദയചക്രം ബാലൻസ് അല്ലാത്തവർക്ക് പലപ്പോഴും അലർജികളും പ്രതിരോധശേഷി കുറഞ്ഞ അവസ്ഥകളും കാണാറുണ്ട്. ഊർജ്ജപരമായ പ്രത്യാഘാതങ്ങൾ. ഊർജ്ജം ചോരുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും സ്വന്തം സന്തോഷത്തെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഊർജ്ജം പെട്ടെന്ന് കുറയുന്നു. ലക്ഷ്യബോധമില്ലായ്മ. സ്നേഹം നൽകാനും സ്വീകരിക്കാനും കഴിയാത്തതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും ഒരു തൃപ്തിയും ലഭിക്കാത്ത അവസ്ഥ. നെഗറ്റീവ് ആകർഷണം. നമ്മൾ എന്ത് വൈബ്രേഷനിലാണോ ഇരിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മളെ തേടി വരിക. ബ്ലോക്ക് ആയ ഹൃദയം സങ്കടകരമായ സാഹചര്യങ്ങളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്നു. മുൻപ് പറ്റിയ തെറ്റുകൾ അല്ലെങ്കിൽ ചതികൾ കാരണം ഇനി ഒരാളെയും വിശ്വസിക്കേണ്ട എന്ന നിലപാട് മനസ്സ് എടുക്കുന്നു. ഇത് പിന്നീട് സ്നേഹിക്കാൻ കഴിയാത്ത ഒരു തടസ്സമായി മാറുന്നു. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകും. ഇത് വിഷാദത്തിലേക്കും ആത്മവിശ്വാസം കുറയുന്നതിലേക്കും നയിക്കുന്നു. തലച്ചോർ ചിന്തിക്കുന്ന കാര്യവും ഹൃദയം ആഗ്രഹിക്കുന്ന കാര്യവും തമ്മിൽ വലിയ അകലം ഉണ്ടാകുന്നു. ഇതിനെ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയാം. ഹൃദയഭാഗത്തുള്ള പെക്ടറൽ പേശികൾ എപ്പോഴും മുറുകിയിരിക്കും. ഇത് ശ്വാസം ആഴത്തിൽ എടുക്കുന്നതിനെ തടയുന്നു. പലരും നെഞ്ചുവേദന എന്ന് തെറ്റിദ്ധരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഈ പേശികളുടെ മുറുക്കം മൂലമാണ്. ഭാരം തോളിൽ ചുമക്കുന്നതുപോലെ തോന്നുന്നത് ഹൃദയചക്രത്തിന്റെ അസന്തുലിതാവസ്ഥയുടെ ലക്ഷണമാണ്. അനാഹത ചക്രത്തിന്റെ ഊർജ്ജ കേന്ദ്രം നിങ്ങളുടെ തൈമസ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. ശരീരത്തിന്റെ പ്രതിരോധശേഷി നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണിത്. ചക്രം ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായും രോഗങ്ങൾ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടും. മറ്റൊരാളുടെ സ്നേഹം ലഭിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം ലഭിക്കൂ എന്ന ചിന്ത ഇത് ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. ആളുകളോട് ഇടപെടാൻ തോന്നാത്തതും സംസാരിക്കാൻ മടിയുള്ളതും പലപ്പോഴും ഹൃദയചക്രത്തിലെ ഊർജ്ജത്തിന്റെ കുറവ് മൂലമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് എപ്പോഴും ഭാഗ്യം കൂടെ നിൽക്കുന്നത്, ചിലർക്ക് മാത്രം എന്തുകൊണ്ട് സങ്കടങ്ങൾ പിന്തുടരുന്നത്? ഇത് ഭാഗ്യമല്ല, അവരുടെ ഉള്ളിലെ എനർജി വൈബ്രേഷൻ ആണ്. ഹൃദയചക്രം ബ്ലോക്ക് ആയിരിക്കുന്ന ഒരാൾ എപ്പോഴും ഭയത്തിന്റെ വൈബ്രേഷനിലാണ് ജീവിക്കുന്നത്. എന്നാൽ അത് തുറക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ സ്നേഹത്തെയും സന്തോഷത്തെയും ആകർഷിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരം പറയുന്ന ഈ ചെറിയ ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക. സുഖമായി ഇരിക്കുക. നിങ്ങളുടെ നട്ടെൽ നിവർത്തിയിരിക്കുകയോ സുഖകരമായി കിടക്കുകയോ ചെയ്യാം. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. പുറത്തെ ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ അനുവദിക്കുക, പക്ഷേ അവയെ ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ആഴത്തിൽ ശ്വാസമെടുക്കൂ. ശ്വാസം വിടുമ്പോൾ പുറംലോകത്തെ എല്ലാ തിരക്കുകളും പുറത്തു പോവട്ടെ. നിങ്ങളുടെ ശ്രദ്ധ പാദങ്ങളിലേക്ക് കൊണ്ടുവരിക.
പാദങ്ങൾ മുതൽ തലമുടി വരെ ഓരോ പേശികളെയും അയച്ചിടുക. നിങ്ങളുടെ നെഞ്ച്, തോൾ, കഴുത്ത് ഇവിടെയെല്ലാം തങ്ങി നിൽക്കുന്ന എല്ലാ പിരിമുറുക്കങ്ങളും ഓരോ ശ്വാസത്തോടൊപ്പം അലിഞ്ഞു പോകുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. 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 നിങ്ങളുടെ ശരീരം ഇപ്പോൾ മണ്ണിൽ ഉറച്ചതുപോലെ ശാന്തമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുക. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ, ഭയങ്ങൾ, ആരെങ്കിലും നിങ്ങളോട് ചെയ്ത തെറ്റുകൾ, ഇതൊക്കെ ഇപ്പോഴും അവിടെയുണ്ടോ? അവയെ നിങ്ങളുടെ മനസ്സിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. അവയെ വെറുക്കണ്ട, അവ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷേ ആ വേദനയല്ല നിങ്ങൾ. ആ അനുഭവങ്ങളല്ല നിങ്ങൾ. ഇപ്പോൾ സാവധാനം പറയൂ, ഇത് കഴിഞ്ഞുപോയ കാര്യമാണ്. ഇത് എനിക്ക് വേണ്ടിയല്ല, എന്റെ സമാധാനത്തിനു വേണ്ടി ഞാൻ ഇന്ന് ഇതിനെ വിട്ടേക്കുകയാണ്. ആ അനുഭവങ്ങളെ ഒട്ടും വെറുക്കണ്ട, അവ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളാണ്, സത്യമാണ്. പക്ഷേ ആ വേദനയല്ല നിങ്ങൾ. ആ അനുഭവങ്ങളല്ല നിങ്ങൾ. നിങ്ങൾ ആ അനുഭവങ്ങൾക്കും അപ്പുറമുള്ള ഒരാളാണ്. ആ അനുഭവങ്ങൾ നിങ്ങളുടെ ഒരു പാഠം മാത്രമാണ്. ഇപ്പോൾ സാവധാനം പറയൂ, ഇത് കഴിഞ്ഞുപോയ കാര്യമാണ്. ഇത് എനിക്ക് വേണ്ടിയല്ല, എന്റെ സമാധാനത്തിനു വേണ്ടി ഞാൻ ഇന്ന് ഇതിനെ വിട്ടേക്കുകയാണ്. ഇനി ആ അനുഭവങ്ങളെ ഒരു ചലച്ചിത്രം പോലെ നിങ്ങളുടെ മനസ്സിന്റെ സ്ക്രീനിൽ കാണുക. അവ ഓരോന്നായി അങ്ങകലെ മറഞ്ഞു പോകുന്നത് കാണുക.
നിങ്ങൾ ആ അനുഭവങ്ങളോട് ഇങ്ങനെ പറയൂ: നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് നിങ്ങളെ ആവശ്യമില്ല. ഞാൻ നിങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും യാത്രയാക്കുന്നു. ഞാൻ എന്റെ സമാധാനത്തിലേക്ക് തിരിച്ചു നടക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ തങ്ങിനിന്ന ആ ഭാരം ഓരോ ശ്വാസത്തോടൊപ്പം കുറഞ്ഞുവരുന്നത് ശ്രദ്ധിക്കൂ. ആ ഭാരം കല്ലുകൾ പോലെ താഴേക്ക് വീഴുകയാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾ ഇപ്പോൾ ഭാരം കുറഞ്ഞവനാണ്. നിങ്ങൾ സ്വതന്ത്രനാണ്. ആ ഭാരം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരിടം ഒഴിവായിട്ടുണ്ട്. ആ ഇടത്തേക്ക് പ്രകാശം കടന്നുവരട്ടെ. ഓർക്കുക, വിട്ടേക്കുക എന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ഹൃദയം സ്നേഹം നിറയ്ക്കാൻ പാകത്തിൽ ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം എടുക്കുമ്പോൾ ആ പുതിയ ഊർജ്ജം ഹൃദയത്തിലേക്ക് നിറയുന്നത് അനുഭവിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പോൾ നിങ്ങളുടെ നെഞ്ചിലെ ആ ശൂന്യതയിലേക്ക് ശ്രദ്ധ തിരിക്കുക. നേരത്തെ നിങ്ങൾ വിട്ടേച്ച വേദനകൾ ഒഴിഞ്ഞുപോയ ആ സ്ഥലത്ത് ഒരു മനോഹരമായ പച്ച നിറത്തിലുള്ള പ്രകാശം നിറയുന്നത് കാണുക. ഇത് സാധാരണ പച്ചയല്ല, പ്രകൃതിയുടെ ജീവതുടിപ്പുള്ള ഊർജ്ജസ്വലമായ ഒരു പച്ച പ്രകാശമാണ്. ശ്വാസം എടുക്കുമ്പോൾ ആ പ്രകാശം പതുക്കെ വികസിക്കുന്നു. ശ്വാസം വിടുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ കോശത്തിലേക്കും സ്നേഹത്തിന്റെ തരികൾ പോലെ പടരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രക്രിയയാണ്. ആ പച്ച പ്രകാശത്തോട് പറയൂ: ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. എന്റെ തെറ്റുകൾക്കും കുറവുകൾക്കും അപ്പുറം ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഞാൻ സ്നേഹത്തിന് അർഹനാണ്. ഇപ്പോൾ ഈ പ്രകാശത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പടരാൻ അനുവദിക്കൂ. നിങ്ങളുടെ കൈകൾ സ്നേഹം നൽകാനും സ്വീകരിക്കാനും ഉള്ള ഉപകരണങ്ങളാണ്. ആ സ്നേഹം നിങ്ങളുടെ വേരിലേക്ക്, കാലുകളിലേക്ക്, തലയിലേക്ക് പടരട്ടെ.
ഇപ്പോൾ നിങ്ങൾ ഒരു സ്നേഹത്തിന്റെ പ്രകാശഗോപുരമാണ്. ഈ പ്രകാശത്തോട് ഒന്നുകൂടി പറയൂ, എന്റെ ഹൃദയം സ്നേഹം സ്വീകരിക്കാനും യാതൊരു ഭയവുമില്ലാതെ അത് നൽകാനും സജ്ജമാണ്. ഞാൻ തുറന്നിരിക്കുന്നു. ഞാൻ പ്രകാശമാണ്. ഈ പ്രകാശം നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ ഒരു സുരക്ഷിതമായ കവചം പോലെ പൊതിയുന്നത് സങ്കൽപ്പിക്കുക. ഈ കവചം നിങ്ങളെ നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയാലും ഈ സ്നേഹത്തിന്റെ കവചം നിങ്ങളെ ബാധിക്കാതെ സംരക്ഷിക്കും. നിങ്ങൾ ഇപ്പോൾ പൂർണ്ണനാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ സ്നേഹത്തിന്റെ ഉറവ ഒരിക്കലും വറ്റാത്തതാണ്. ഇനി വാക്കുകൾ ആവശ്യമില്ല. കേവലം ഈ നിമിഷം മാത്രം മതി. നിങ്ങളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ പച്ചപ്രകാശത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ശ്വാസത്തിലും ആ പ്രകാശം കൂടുതൽ തിളങ്ങുന്നു. വളരെ സാവധാനം പറയുക. എല്ലാം ശാന്തമാണ്. യാം. എന്റെ ഹൃദയം ഉണരുകയാണ്. യാം. ഞാൻ സ്നേഹമാണ്. യാം. നിങ്ങൾ ഒന്നുമല്ല, ഒന്നിനോടും യുദ്ധം ചെയ്യാനില്ല. ഈ നിമിഷം നിങ്ങൾ പ്രപഞ്ചത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. വെറും സാക്ഷിഭാവത്തിൽ ഇരിക്കുക. ഇനി പതുക്കെ ഈ നിമിഷത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചുവരാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഓർക്കുക, നിങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന ഈ സമാധാനവും സ്നേഹവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അത് നിങ്ങളുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ആദ്യം നിങ്ങളുടെ ശാരീരികമായ അസ്തിത്വം തിരിച്ചറിയുക. നിങ്ങൾ ഇരിക്കുന്ന തറ അല്ലെങ്കിൽ കസേരയുടെ സ്പർശം അനുഭവിക്കുക. ചുറ്റുമുള്ള അന്തരീക്ഷം, വായുവിന്റെ സാന്നിധ്യം, എല്ലാം തിരിച്ചറിയുക. പതുക്കെ നിങ്ങളുടെ കൈവിരലുകളിൽ ചെറിയൊരു ചലനം കൊണ്ടുവരിക. നിങ്ങളുടെ പാദങ്ങൾ ചെറുതായി അനക്കുക. നിങ്ങളുടെ ശരീരം മുഴുവൻ സാവധാനം ഉണരുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ രണ്ടു കൈകളും തമ്മിൽ കൂട്ടിത്തിരുമ്മി നല്ലൊരു ചൂട് ഉൽപ്പാദിപ്പിക്കുക. ആ ചൂട് നിങ്ങളുടെ കണ്ണുകളിലും മുഖത്തും പതുക്കെ വെക്കുക. ഈ ഊർജം നിങ്ങളുടെ ശരീരത്തിലേക്ക് പകരട്ടെ.
എപ്പോൾ നിങ്ങൾക്ക് തയ്യാറാണെന്ന് തോന്നുന്നുവോ അപ്പോൾ മാത്രം വളരെ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. സ്വാഗതം പുതിയൊരു ഉണർവിലേക്ക്. ഈ സമാധാനം ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. മെഡിറ്റേഷൻ ശേഷം ധാരാളം വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജത്തെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. കണ്ണുകൾ തുറന്ന ഉടനെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ഒരു ഡയറിയിൽ കുറിക്കുന്നത് നിങ്ങളുടെ ഹീലിംഗ് പ്രക്രിയയെ വേഗത്തിലാക്കും. ഈ മെഡിറ്റേഷൻ പൂർത്തിയാക്കിയ നിങ്ങൾ ഇപ്പോൾ മറ്റൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഉള്ളിൽ അനാഹത ചക്രത്തിന്റെ ഊർജ്ജം ഉണർന്നിരിക്കുന്നു. ഓർക്കുക, സ്നേഹം എന്നത് പുറത്തുനിന്ന് ലഭിക്കേണ്ട ഒന്നല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ഉറവയാണ്. ഈ സമാധാനം ഒരു ദിവസം കൊണ്ട് തീർന്നു പോകുന്നതല്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ശാന്തത നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും നിലനിർത്താൻ ശ്രമിക്കുക. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ ഞാൻ വിട്ടേക്കുന്നു എന്ന് മനസ്സിൽ പറയുക. ആരെങ്കിലും സ്നേഹം നൽകിയാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. നിങ്ങളുടെ ഈ സമയത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഇത് ആവശ്യമുള്ള ഒരു സുഹൃത്തിന് കൂടി പങ്കുവയ്ക്കുക. ആരോഗ്യത്തോടെ ഇരിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക. വീണ്ടും കാണാം. താങ്ക് യു ഗോഡ്, താങ്ക് യു ഓൾ.